ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചക്രവാണി ക്ലാസ്സസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സിവിക്സിലെ പൊതുഭരണം എന്നുള്ള ഭാഗമാണ്. അപ്പം അതെടുക്കുന്നതിന് മുമ്പ് എൻ്റെ പിറകെ ബോർഡിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. എന്താണ്? നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുമ്പോൾ നമ്മൾ ആദ്യം വായിക്കേണ്ട ഒരു ആശയമാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി കൊണ്ടുവന്നിട്ടുള്ള ഒരു വാക്കാണ്, ഗാന്ധിജി പറഞ്ഞിട്ടുള്ള വാക്കാണിത്. എന്താണ്? നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരാളുടെ മുഖം ഓർക്കുക. നാം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അയാൾക്ക് എങ്ങനെ ഉപയോഗപ്പെടും അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെ ഉപകാരപ്പെടാം എന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഓർക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്ക്. അത് നോക്കിയേ, അതേപോലെ തന്നെ കിട്ടും. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇത് ആരുടെ വാക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ വാക്കാണ്? ഗാന്ധിജിയുടെ വാക്കാണ്. നമ്മൾ ആ പൊതുഭരണമായി അല്ലെങ്കിൽ എന്താണ് പൊതുഭരണത്തിൻ്റെ ഗാന്ധിജി കൊണ്ടുവന്ന ഒരു ആശയമുണ്ട്. എന്താണ്? ഗ്രാമസ്വരാജ് എന്നുള്ള ആശയം. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത്. ഏത്? നമ്മൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇത് ആരുടെ വാക്കുകളെന്ന് ചോദിച്ചാൽ ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകളോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യാം? സിവിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൊതുഭരണം എന്ന ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം? തുടങ്ങാം. ഇപ്പോൾ സിവിക്സിലെ ഇടയ്ക്ക് ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. അതാണ് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ. ആ ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്ന ചാപ്റ്ററാണ് പൊതുഭരണം എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സിവിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററുള്ള പൊതുഭരണം എന്നുള്ള ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ച് തുടങ്ങാം. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ച് ഇന്ന് തന്നെ പഠിച്ച് തീർത്ത് നമുക്ക് എന്ത് ചെയ്യാം? പോവാം. അപ്പോൾ ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരെ പൊതുഭരണം എന്നുള്ള ഭാഗത്തേക്ക് പോവാം. എന്താണ് ഈ പൊതുഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുഭരണം വെച്ചാൽ എന്താണെന്ന്, നമ്മുടെ ഇപ്പോൾ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ എന്താണ് അവിടുത്തെ നിയമങ്ങൾ നടപ്പിലാക്കുകയും അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ ആവശ്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആ രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊതുഭരണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊതുഭരണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് പൊതുഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. അത്രയേ ഉള്ളൂ. ഒരേ ഒരു കാര്യം മാത്രം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും അതുപോലെ എന്താണ് ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും. അപ്പോൾ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഏതാണ്? പൊതുഭരണമാണ്. അപ്പോൾ പൊതുഭരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും അതേപോലെ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും അതേപോലെ എന്താണ് വികസന പദ്ധതികളും. ഗവൺമെൻറ്റിൻ്റെ വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന്. അപ്പോൾ ഈ എന്തൊക്കെയാണ് നടപ്പിലാക്കേണ്ടത്? പൊതുഭരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ് നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നടപ്പിലാക്കണം. അപ്പോൾ ഈ നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? നടപ്പിലാക്കുന്നതിന് വേണ്ടി ഭൗതിക സാഹചര്യങ്ങളും അതിന് വേണ്ടുന്ന ഭൗതിക സാഹചര്യങ്ങളും അതേപോലെ എന്ത് ചെയ്യുക? മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പൊതുഭരണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ പൊതുഭരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ പഠിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് മൈൻഡിൽ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരുന്നാൽ മതി. എന്താണ്? ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും അതേപോലെ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് വേണ്ടി ഭൗതിക സാഹചര്യവും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊതുഭരണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണ്? പൊതുഭരണം എന്ന് വെച്ചാൽ എന്താണ്? രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ് നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? ഭൗതിക സാഹചര്യങ്ങളും അതേപോലെ മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? പൊതുഭരണം എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഡിഗ്രി സിലബസ് എടുത്ത് കഴിഞ്ഞാൽ പൊതുഭരണം എന്നല്ല പറഞ്ഞിരിക്കുന്ന, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്നത് എന്താണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ.
എന്താണ് വാക്ക്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇന്നത്തെ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് പഠിച്ചു വെച്ചോണം. അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക് 2 ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഏതൊക്കെ വാക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ് എന്നുള്ള ഒരു വാക്കും മിനിസ്റ്റെയർ എന്നുള്ള ഒരു വാക്കിൽ നിന്ന്, അഡ് അതേപോലെ മിനിസ്റ്റെയർ എന്നുള്ള 2 വാക്കുകളിൽ നിന്ന്, എന്ന 2 ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് നമുക്ക് എന്ത് രൂപപ്പെട്ടിട്ടുള്ളത്? അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അഡ് മിനിസ്റ്റെയർ എന്ന 2 ലാറ്റിൻ വാക്കിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി അഡ്മിനിസ്ട്രേഷൻ വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സേവനം എന്നാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സേവനമാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവായിട്ടുള്ള സേവനം. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊതുഭരണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മൾ എന്ത് വിളിക്കാം? പൊതുഭരണം എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യം എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പൊതുഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും അതേപോലെ എന്താണ് ഗവൺമെൻറ് നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? ഭൗതിക സാഹചര്യവും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊതുഭരണം എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾക്ക് പൊതുഭരണത്തിന് ഇംഗ്ലീഷ് വാക്കെന്ന് വെച്ചാൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. അല്ലെ അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കുണ്ടായിട്ടുള്ളത് ഏതാണ്? 2 ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അഡും മിനിസ്റ്റെയർ എന്ന് പറഞ്ഞ 2 ലാറ്റിൻ വാക്കിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ആശയം ആവിർഭവിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അമേരിക്കയിലാണ്. ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ആശയം ആവിർഭവിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചുകൊള്ളുക, അമേരിക്കയിലാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ആശയം ആവിർഭവിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അമേരിക്കയിലാണ്. ഓക്കെ ആണല്ലോ. ഇനി ഒരു പോയിന്റും കൂടെ പഠിച്ചു വയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? യാതൊരു ഭാഗം തീർക്കാം. ഒറ്റ പോയിന്റും കൂടെ ഉള്ളൂ. എന്ത് ചെയ്യുക? പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നത്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നത്. ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നത്. പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നത് എന്ന് പറഞ്ഞ വ്യക്തി ആരും ചോദിച്ചത് ആരാണ്? എൻ ഗ്ലാഡറാണ്. അപ്പോൾ പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നത് എന്ന് പറഞ്ഞ വ്യക്തി ആരും ചോദിച്ചാൽ ആരും ഓർത്ത് വെച്ചോണം? എൻ ഗ്ലാഡർ എന്ന് ഓർത്ത് വെച്ചോണം. എൻ ഗ്ലാഡറാണ് പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതെന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. ഒന്നുകൂടെ പറയുകയാണ്. പൊതുഭരണം എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ് നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊതുഭരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണെന്ന് വെച്ചാൽ എൻ ഗ്ലാഡറാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് എന്താണ് നോക്കേണ്ടത്? പൊതുഭരണം എന്ന വാക്കെന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇല്ല, അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചിരിക്കുന്നത് എന്താണ്? സേവനം എന്നാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കുണ്ടായിട്ടുള്ള 2 ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അഡും മിനിസ്റ്റെയർ എന്നാണ് 2 വാക്കുകളിൽ നിന്നിട്ടാണ് എന്താ ഉണ്ടായിട്ടുള്ളത്? അഡ്മിനിസ്ട്രേഷൻ എന്നുണ്ടായിട്ടുള്ളത്. ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അമേരിക്കയിലാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് എവിടെയാണ്? അമേരിക്കയിലാണ്. ഇത്രയും ഓക്കെ ആണല്ലോ. ക്ലിയർ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? നേരെ അടുത്ത ഭാഗത്തോട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആ പേരെന്ത് ചെയ്യുക? ആദ്യം അങ്ങ് പഠിച്ചു വയ്ക്കുക. പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വുഡ്രോ വിൽസൺ ആണ് പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അത് ആദ്യം എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആരാണ് പൊതുഭരണത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. ഇപ്പോഴേ പഠിച്ചല്ലോ. പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. ഇനി ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൾ കൂടെ പഠിച്ചു വയ്ക്കുക. പോൾ എച്ച് ആപ്പിൾബേ. ആരാണ്? പോൾ എച്ച് ആപ്പിൾബേ. പോൾ എച്ച് ആപ്പിൾബേ ആണ് നമ്മൾ എന്താണ് ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മെയിനായിട്ട് ഈ 2 പേരും പഠിച്ചു വയ്ക്കുക. മെയിനായിട്ട് വേണ്ടത് ഈ 2 പേരാണ്. ആരൊക്കെയാണ്? പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? പോൾ എച്ച് ആപ്പിൾബേ ആണ്. പോൾ എച്ച് ആപ്പിൾബേ ആണ്. ഓക്കെ ആണല്ലോ. ഇനി 2 പേരും കൂടെ പഠിക്കാനുണ്ട് അഡീഷണൽ ആയിട്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. പഠിക്കേണ്ട പേരുകൾ ഒന്നെന്ന് പറയുന്നത് കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ എന്താണ്? ആപേക്ഷിക പൊതുഭരണത്തിൻ്റെ പിതാവ്. ആപേക്ഷിക പൊതുഭരണത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആപേക്ഷിക പൊതുഭരണത്തിൻ്റെ പിതാവ് ആണെന്ന് ചോദിച്ചാൽ ഓർത്ത് വയ്ക്കുക, FW റിക്സ് ആണ്. FW റിക്സ് ആണ് ആപേക്ഷിക പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആപേക്ഷിക
പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? FW റിക്സ് ആണ്. ഇനി ഒരെണ്ണം കൂടെ പഠിച്ചു വെക്കുക, ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മോഡേൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പിതാവ്, ആധുനിക പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പേരൊന്നുകൂടെ ഓർത്തുക, ഡിറ്റ് വാൾഡോ ആണ്. പേരെന്താണ്? ഡിറ്റ് വാൾഡോ എന്ന വ്യക്തിയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ആധുനിക പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആധുനിക അല്ലെങ്കിൽ മോഡേൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡിറ്റ് വാൾഡോയാണ്. ഓക്കെ ആണല്ലോ? ഇനി ശ്രദ്ധിച്ചോളാം. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വുഡ്രോ വിൽസൺ. പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പോൾ എച്ച് ആപ്പിൾ ബേ ആണ്. പോൾ എച്ച് ആപ്പിൾ ബേ ആണ്. ആപേക്ഷിക പൊതുഭരണത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ നമുക്ക് എന്ന് വിളിക്കാം കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പിതാവ്, ഫാദർ ഓഫ് കമ്പാരിറ്റീവ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? FW റിക്സ് ആണ്. ഇനി എന്താണ്? ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എന്താണ്? പുതിയ പൊതുഭരണത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ എന്താണ്? ആധുനിക പൊതുഭരണത്തിൻ്റെ പിതാവ് ആരും ചോദിച്ചാൽ ആരാണ്? ഡിറ്റ് വാൾഡോയാണ്. ഡിറ്റ് വാൾഡോയാണ്. അപ്പോൾ 4 പേരുകൾ. ഇത് പ്രധാനമായിട്ട് ഈ 2 പേര് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്ങ് വിട്ടേക്കുക, ജസ്റ്റ് ഓർത്തിരുന്നാൽ മാത്രം മതി. പക്ഷേ ഈ 2 പേര് ഉറപ്പായിട്ടും പഠിച്ചേ പറ്റുള്ളൂ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് വുഡ്രോ വിൽസൺ. ഇന്ത്യൻ പൊതുഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് പോൾ എച്ച് ആപ്പിൾ ബേ. പോൾ എച്ച് ആപ്പിൾ ബേ. ബാക്കിയുള്ള 2 പേര് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ആപേക്ഷിക പൊതുഭരണത്തിൻ്റെ പിതാവ് FW റിക്സ്. അടുത്തെന്താണ്? നമ്മുടെ ആധുനിക പൊതുഭരണം അല്ലെങ്കിൽ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഫാദർ ഓഫ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഡിറ്റ് വാൾഡോയാണ്. ഡിറ്റ് വാൾഡോയാണ്. ഓക്കെ ആണല്ലോ? ഇത്രയാണ് നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഈ പൊതുഭരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് നമ്മളൊന്നും ഇറങ്ങിയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഒരേ 4 കാര്യങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? ഒരു രാജ്യത്തിനുള്ള നിയമങ്ങളും പിന്നെന്താണ്? നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുക അല്ലേ? അതിനെ കൂടെ നമ്മൾ ഓർത്തിരിക്കുക. പൊതുഭരണം എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങളാണ് അത് വരുന്നത്. ഈ ഒരു പൊതുഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട് എത്ര കാര്യമാണ്? 4 കാര്യങ്ങളാണ്. അതെന്ത് ചെയ്യുക? ഇപ്പോഴേ അങ്ങ് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. അത് നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ ഓപ്ഷനായിട്ട് ചോദിച്ചളയാം. അപ്പോൾ പൊതുഭരണം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ ആണല്ലോ? അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെൻറ് എന്ത് ചെയ്യുക? നയങ്ങൾ രൂപപ്പെടുത്തുന്നു. അപ്പോൾ പൊതുഭരണത്തിലെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ഗവൺമെൻറ് ഷോർട്ട് ഫോമിലാണ് എഴുതുന്നത്. ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. ഓക്കെ ആണല്ലോ? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. വായിക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടെങ്കിലും എഴുതിക്കൊള്ളുക. പൊതുഭരണത്തിൻ്റെ ആദ്യത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെന്ന് വെച്ചാൽ എന്താണ്? ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു. ജനക്ഷേമം ഉറപ്പ് വരുത്തുന്നു. ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യതാണ് ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. രണ്ടാമത്തേതാണ് ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു. മൂന്നാമത്തത് ജനകീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുന്നു. ജനകീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുന്നു. ജനകീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ജനകീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ജനകീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുക. പിന്നെന്താണ്? സാധന സേവനങ്ങൾ ലഭ്യമാക്കുന്നു. സാധന സേവനങ്ങൾ ലഭ്യമാക്കുന്നു. സാധന സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ഓക്കെ ആണല്ലോ? 4 കാര്യങ്ങൾ. ഇപ്പോൾ പൊതുഭരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയും ചെയ്യും? ഒന്നാണ് ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു. പിന്നെന്താണ്? ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു. അടുത്ത പോയിന്റ് എന്താണ്? ജനകീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുന്നു. പിന്നെ എന്താണ്? സാധന സേവനങ്ങൾ ലഭ്യമാക്കുന്നു. അപ്പോൾ പൊതുഭരണം എന്നതോട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഇതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് ചോദിക്കുക, ചുവടെ തന്നിങ്ങനെ പൊതുഭരണത്തിൻ്റെ അല്ലാത്തത് ഏത്? പൊതുഭരണവുമായി ബന്ധമല്ലാത്തത് ഏത്? 3 ഇതിൽ നിന്നുള്ള തരും, 1 വേറെ ഏതെങ്കിലും തരും.
ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ട 4 പോയിന്റുകൾ എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണ് പോയിന്റുകൾ? പൊതുഭരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, പിന്നെന്താണ്, ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു, ജനകീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുന്നു, പിന്നെന്താണ്, സാധന സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ഇത്രയാണ് നമ്മൾ എന്താണ് പൊതുഭരണം എന്നുള്ള പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ. പൊതുഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട 4 ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നുകൂടെ ആലോചിക്കുക. പൊതുഭരണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? എന്താണ്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു, ജനകീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുന്നു, സാധന സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ഇത്രയാണ് നമ്മൾ പൊതുഭരണം എന്നതുകൊണ്ട് എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. 4 കാര്യങ്ങൾ. ഇനി നോക്കുക, ഗാന്ധിജിയുടെ ലക്ഷ്യം, അല്ലെ, ഗാന്ധിജിയുടെ പൊതുഭരണം എന്നതിനുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരെയും താല്പര്യപ്പെടുത്തുക എന്നാണ്. ഗാന്ധിജിയുടെ പൊതുഭരണം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് പഠിച്ചല്ലോ. പൊതുഭരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പുവരുത്തുന്നു, എന്താണ്, പിന്നെ ജനകീയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുന്നു, പിന്നെന്താണ്, സാധന സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ഇതാണ് 4 പ്രധാനപ്പെട്ടുള്ള ഘടകങ്ങൾ, അല്ലെങ്കിൽ പൊതുഭരണം എന്നോട് ഉദ്ദേശിക്കുന്ന 4 സാഹചര്യം, അല്ലെങ്കിൽ 4 കാര്യങ്ങൾ. അത്രയും ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് പൊതുഭരണം എന്നതുകൊണ്ട് ഗാന്ധിജി ലക്ഷ്യമാക്കിയത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ്. അപ്പോൾ പൊതുഭരണം എന്നതുകൊണ്ട് ഗാന്ധിജി ലക്ഷ്യമാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ്. പിന്നെ അർഹതപ്പെട്ടവർക്ക് എന്ത് ചെയ്യുക, കൂടുതൽ പരിഗണന കൊടുക്കുക. അങ്ങനത്തെ ഒരു കാര്യം കൂടെ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ടുള്ള പോയിന്റാണ് എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗാന്ധിജിയുടെ പൊതുഭരണം എന്നതിൻ്റെ ലക്ഷ്യമാക്കുന്നത്. പൊതുഭരണം എന്നതുകൊണ്ട് ഗാന്ധിജി ലക്ഷ്യമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഇന്ത്യയിലെ പൊതുഭരണത്തിൻ്റെ കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിച്ച ഗാന്ധിജിയുടെ ആശയം ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ പൊതുഭരണം എന്ന കാഴ്ചപ്പാടിനെ, അല്ലെ പൊതുഭരണത്തിൻ്റെ കാഴ്ചപ്പാടിനെ സ്വാധീനിച്ച ഗാന്ധിജിയുടെ ആശയം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? ഗ്രാമസ്വരാജാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ പൊതുഭരണം എന്ന കാഴ്ചപ്പാടിനെ വളരെ അധികം സ്വാധീനിച്ച ഗാന്ധിജിയുടെ ആശയം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗ്രാമസ്വരാജാണ്. അപ്പോൾ ഇന്ത്യയിലെ പൊതുഭരണം എന്ന കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിച്ച ഗാന്ധിജിയുടെ ആശയം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗ്രാമസ്വരാജാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു വാക്ക് എന്താണ്? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായമാകുമെന്ന് സ്വയം ചോദിക്കുക. ഇതാരുടെ വാക്കാണ്? ഗാന്ധിജിയുടെ വാക്കാണ്. നമ്മളിതിനകത്ത് വരുന്ന വാക്കാണ്. ഏതാ? ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇനി നോക്കുക, ഗ്രാമസ്വരാജ് എന്ന ആശയത്തിന് രൂപം കൊണ്ട സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെ ആശയമാണ് ഗ്രാമസ്വരാജ്. ഇനി ആ ഗ്രാമസ്വരാജിൽ നിന്ന് രൂപം കൊണ്ട സ്ഥാപനങ്ങളും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ആ സ്ഥാപനങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. അപ്പം ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിലൂടെ രൂപം കൊണ്ട ഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളാണ് രൂപം കൊണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഫസ്റ്റ് സെൻറ്റൻസ് ഒന്ന് എന്ത് ചെയ്യുക, നല്ലത്തിൽ പഠിച്ചു വയ്ക്കുക. ആ സെൻറ്റൻസ് അതേപോലെ ചോദിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഫസ്റ്റ് തുടങ്ങിയപ്പോഴേ എടുത്തു തുടങ്ങിയത്. നമ്മളിപ്പോൾ സാധാരണ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് ആകുമ്പോൾ ഒരു ഹിപ്പോക്രറ്റ് പ്ലഡ്ജില്ലേ, അതെടുക്കുന്ന പോലെ വേണമെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ കയറുന്ന സമയത്ത് തന്നെ പ്രതിജ്ഞ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഏതാണ്? നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത് നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരാളുടെ മുഖം എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ ഉപകാരപ്പെടും അല്ലെങ്കിൽ സഹായമാകുമെന്ന് സ്വയം ചോദിക്കുക. ഓക്കെ ആണല്ലോ. നല്ല വാക്കല്ലേ? ആ വാക്ക് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ആ ആശയം. അപ്പോൾ എന്താണ് ഗാന്ധിജി പൊതുഭരണം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും താല്പര്യ സംരക്ഷണമാണ്. ഇനി ഇന്ത്യയുടെ പൊതുഭരണം എന്ന കാഴ്ചപ്പാടിനെ വളരെയധികം സ്വാധീനിച്ച ഗാന്ധിജിയുടെ ആശയം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ഗ്രാമസ്വരാജാണ്. അല്ലേ? ഇനി നോക്കുക, ഗ്രാമസ്വരാജിൻ്റെ ആശയത്തിലൂടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളാണ്.
ഓക്കെ ആണല്ലോ? കഴിഞ്ഞു. ഇതാ ഒരു വളരെ കുറച്ച് 4-5 പോയിന്റും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് PSCയിലെ ഏറ്റവും ഗ്ലാമർ ജോബ് എന്നാണ് പറയപ്പെടുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതിനകത്ത് ചോദിച്ച് 2 ചോദ്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പൊതുഭരണം എന്നുള്ള കാര്യം തീരും. ഓക്കെ ആണല്ലോ? ഇനി നമുക്കിന്നെ നോക്കേണ്ടത് ഗവൺമെൻറ് രൂപം നൽകുന്ന ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഭരണസ്ഥാപനങ്ങളാണ്. ഗവൺമെൻറ് രൂപം നൽകുന്ന നിയമങ്ങളും അതേപോലെ എന്താണ് വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഭരണസ്ഥാപനങ്ങളാണ്. അതേപോലെ ഗവൺമെൻറ് ചുമതലകൾ ഫലപ്രദമായി നിർവഹിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഭരണസ്ഥാപനങ്ങളാണ്. ഭരണസ്ഥാപനങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് രൂപം നൽകുന്ന എന്താണ് നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നത് ആരാണ്? ഭരണസ്ഥാപനങ്ങളാണ്. അതെന്ത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഭരണസ്ഥാപനങ്ങൾ എന്താണ്? ഗവൺമെൻറ് രൂപം നൽകുന്ന ഏതൊക്കെയാണ്? നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നത്. നിയമങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നത്. വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത് ആരാണ്? ഭരണസ്ഥാപനങ്ങളാണ്. അതേപോലെ ഗവൺമെൻറ് ചുമതലകൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? ഭരണസ്ഥാപനങ്ങളാണ്. ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ? ആ 2 പോയിന്റ് ഒന്ന് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്ത് കഴിഞ്ഞു? തീർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് പൊതുഭരണത്തിൻ്റെ കാതലായ മൂല്യങ്ങളാണ്. പൊതുഭരണത്തിൻ്റെ കാതലായ മൂല്യങ്ങളാണ്. അതിനു മുമ്പ് നമുക്ക് എന്താണ് നമ്മുടെ KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് 2020 നടന്ന പേപ്പർ 1 എക്സാമിനകത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇംഗ്ലീഷിലാണ് ചോദ്യം വന്നത്. ആ ചോദ്യം എഴുതിയിട്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? അത് പഠിപ്പിക്കാൻ പോകുന്നത്. കാരണം ആ ചോദ്യം നമ്മളെ ഈ പൊതുഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ അത് എഴുതിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇത് ഡൗട്ടില്ലല്ലോ ആർക്കും? ഗാന്ധിജി എന്താണ് ഗാന്ധിജിയുടെ പൊതുഭരണം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ്? എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം. ഗാന്ധിജിയുടെ എന്താണ് നമ്മുടെ ഇന്ത്യൻ പൊതുഭരണത്തെ സ്വാധീനിച്ച ഗാന്ധിജിയുടെ ആശയം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഗ്രാമസ്വരാജാണ്. അതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് ഏതൊക്കെ? പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾ. ഇനി ഭരണസ്ഥാപനം എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെൻറ് നിയമങ്ങളും അതേപോലെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭരണസ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഭരണസ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്ത് വിളിക്കാം? ഗവൺമെൻറ് ചുമതലകൾ ഫലപ്രദമായി നിർവഹിക്കുന്ന സ്ഥാപനങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭരണസ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഈ പൊതുഭരണവുമായി ബന്ധപ്പെട്ട് KAS ചോദിച്ച നല്ലൊരു ചോദ്യമുണ്ട്. നമുക്കത് തന്നെ എന്ത് ചെയ്യാം? ഒന്ന് എഴുതാം. ചോദ്യം ഇതായിരുന്നു: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് one of the core values of public administration? Which one of the following is not one of the core values of public administration? Okay? ഇതാണ് നമ്മുടെ PSC 2020 KAS പേപ്പർ 1 എക്സാമിലെ പേപ്പർ 1 ചോദിച്ച ചോദ്യം. ഓപ്ഷൻസ് പറയാം. A എഫിഷ്യൻസി, B ഇക്വാലിറ്റി, B എന്നുള്ളതാണ് ഇക്വാലിറ്റി, C എന്നുള്ളത് ബ്യൂറോക്രസി, ബ്യൂറോക്രസി, ഡി എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ്, എഫക്റ്റീവ്നെസ്. ഇപ്പോൾ 2 വാക്കുകളുണ്ട്, മൊത്തം 4 ഇതുണ്ട്. എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ കോർ വാല്യൂസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? ഇതിൽ ഏതാണ്
പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കാതലായ ഭാഗം അല്ലാത്തത് എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ കാതലായ മൂല്യം അല്ലാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. ഇവിടെ വെച്ച് നിങ്ങൾ പഠിച്ചോളുക, കാതലായ മൂല്യം അല്ലാത്തത് ഏതാണ്? ബ്യൂറോക്രസിയാണ്. ബ്യൂറോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്നാണ് വിളിക്കുന്നത്. ബ്യൂറോക്രസി എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദം എന്നാണ്. എന്ന് വെച്ചാൽ നോൺ ഇലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ കൂട്ടം, ഗവൺമെൻറ്റിലെ നോൺ ഇലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ കൂട്ടം. നോൺ ഇലക്റ്റഡ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ആളുകൾ എന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷയിൽ ജോലി വാങ്ങിക്കുന്നവർ, അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ജോലി കിട്ടുന്നവർ, അവരുടെ എല്ലാവരുടെയും കൂടെ കൂട്ടത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത്. ബ്യൂറോക്രസി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇതിനകത്ത് അല്ലാത്തത് ഏതാണ്? ഈ ബ്യൂറോക്രസിയാണ്. ബ്യൂറോക്രസിൻ്റെ മലയാളം എന്ന് വെച്ചാൽ എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദം. എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദം. അപ്പം ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ കോർ വാല്യൂസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ കാതലായ മൂല്യം അല്ലാത്തത് ഏതാണ്? ബ്യൂറോക്രസിയാണ്. ബ്യൂറോക്രസി എന്ന് പറയുന്നത് എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ബ്യൂറോക്രസി എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഇനി ഇതിനകത്തുള്ള ഈ 3 പോയിന്റ് തന്നെയാണ് കാതലായ മൂല്യങ്ങൾ. ആ കൂടെ 3 എണ്ണേ ഉള്ളൂ. പൊതുഭരണത്തിൻ്റെ കാതലായ മൂല്യങ്ങൾ എത്ര എണ്ണേ ഉള്ളൂ? 3 എണ്ണേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഇക്വാളിറ്റി അല്ല കേട്ടോ, ഇക്വിറ്റി ആണേ. ക്വസ്റ്റ്യൻ എഴുതി തെറ്റിപ്പോയി. അപ്പോൾ ഏതാണ്? ഇക്വിറ്റിയാണ്. ഇക്വാളിറ്റി അല്ല, ഇക്വിറ്റി എന്നുള്ള വാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോയി, ക്വസ്റ്റ്യൻ മൊത്തത്തിൽ തെറ്റിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇത് ഇവിടെ വെച്ച് നമുക്ക് പഠിച്ചോളാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ കോർ വാല്യൂസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? എഫിഷ്യൻസി, ഇക്വിറ്റി, ബ്യൂറോക്രസി, എഫക്റ്റീവ്നെസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ ആൻസർ ഒന്നാമതെന്ന് തുടങ്ങിയാണ് ഇക്വിറ്റിയാണ്. അതേപോലെ എഫിഷ്യൻസി ഉണ്ട്, എഫക്റ്റീവ്നെസ് ഉണ്ട്. ഈ 3 എന്നുള്ള എന്താണ്? നമ്മുടെ പൊതുഭരണത്തിൻ്റെ കാതലായ എന്താണ്? മൂല്യങ്ങൾ തന്നെയാണ്. സംഭവം ഞാൻ മലയാളത്തിലാണ് പഠിച്ചത്, ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലായിരുന്നു. ആ കൂടെ തിരിഞ്ഞു പോയി അങ്ങോട്ടും ഇങ്ങോട്ടും, സോറി. എന്താ നമുക്ക് ഇത് ഇവിടെ വെച്ച് ഞങ്ങൾ പഠിച്ചോളുക. ഇക്വിറ്റി എന്ന് വെച്ചിട്ട് ഞങ്ങൾ പഠിച്ചോളുക. ഇക്വാളിറ്റി അല്ല, ഇക്വിറ്റിയാണ് കേട്ടോ. ഇനി എന്തൊക്കെ നമുക്ക് നോക്കാം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യക്ഷമത. എന്താണ്? കാര്യക്ഷമത. മലയാളം കൂടെ അങ്ങ് പഠിച്ചു വെച്ചോണേ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത. അപ്പം നമ്മുടെ കോർ വാല്യൂ, കാതലായ മൂല്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാതലായ മൂല്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ പൊതുഭരണത്തിൻ്റെ കാതലായ മൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെന്താണ്? കാര്യക്ഷമത, എഫിഷ്യൻസി. ഒന്നെന്താണ്? കാര്യക്ഷമത, അല്ലെങ്കിൽ നമുക്ക് എഫിഷ്യൻസി വിളിക്കാം. അടുത്ത് ബി എന്നുള്ളത് ഇക്വിറ്റി. ബി എന്നുള്ളത് എന്താണ്? ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ധർമ്മം. ധാർമ്മികമായിട്ട് വേണം പ്രവർത്തിക്കാൻ വേണ്ടി. പൊതുഭരണത്തിൽ ധാർമ്മികമായിട്ട് വേണം പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണം, അതേപോലെ ധാർമ്മികമായിട്ടും പ്രവർത്തിക്കണം. അതാണ് ധർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇക്വിറ്റി. ഓക്കെ ആണല്ലോ. അടുത്തുള്ളതാണ് എഫക്റ്റീവ്നെസ്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഫലപ്രദമായ അവസ്ഥ. എന്ന് വെച്ചാൽ പൊതുഭരണം എപ്പോഴും എന്തായിരിക്കണം? ഫലപ്രദമായിരിക്കണം. ഫലപ്രദമായ അവസ്ഥ. ഈ 3 പോയിന്റുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊതുഭരണത്തിൻ്റെ കാതലായ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. പൊതുഭരണത്തിൻ്റെ കാതലായ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എഫിഷ്യൻസി, കാര്യക്ഷമത വരുന്നുണ്ട്, ഇക്വിറ്റി, ധർമ്മം വരുന്നുണ്ട്, അതേപോലെ എഫക്റ്റീവ്നെസ്, ഫലപ്രദമായ അവസ്ഥ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ കോർ വാല്യൂസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ എന്താണ് കാതലായ മൂല്യം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്യൂറോക്രസിയാണ് ആൻസർ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എഫിഷ്യൻസി, ഇക്വിറ്റി, ബ്യൂറോക്രസി, എഫക്റ്റീവ്നെസ്. ഓക്കെ ആണല്ലോ. അല്ല, ആൻസർ എന്ന് ചോദിച്ചാൽ ബ്യൂറോക്രസിയാണ്. ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ബ്യൂറോക്രസി എന്താണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. അതല്ല, ബാക്കി 3 എന്ത് തന്നെയാണ്? കാതലായ മൂല്യം തന്നെയാണ്. ആ 3 എണ്ണേ ഉള്ളൂ മൂല്യങ്ങളായിട്ട്. ഏതൊക്കെയാണ് ആ മൂല്യങ്ങൾ? ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എഫിഷ്യൻസി, ഇക്വിറ്റി, എഫക്റ്റീവ്നെസ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യക്ഷമത. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർമ്മികത, അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയാം. പിന്നെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഫലപ്രദമായ അവസ്ഥ. അപ്പോൾ പൊതുഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാതലായ മൂല്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? കാര്യക്ഷമത വേണം, അതേപോലെ എന്ത് വേണം? ധർമ്മം വേണം, ഫലപ്രദമായ അവസ്ഥ ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. ഇത്രയും ഒന്ന് എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. ഇത് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 പോയിന്റുകൾ അഡീഷണൽ ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതും കൂടെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? അതും അതിൻ്റെ കൂടെ ഒരു 2 പോയിന്റും പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് തീരും. അപ്പോൾ നോക്കാമല്ലോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ്ഥാനം എവിടെയാണ് ചോദിച്ചെങ്കിൽ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എന്നാണ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1954 സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന എവിടെയാണ്? ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? 1954 ഇത് സ്ഥാപിതമായത്. 1954 എന്തായി? സ്ഥാപിതമായി. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ്? പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ. എന്താണ്? പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ. പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ. ഓക്കെ ആണല്ലോ. പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ ഇതിൻ്റെയും ആസ്ഥാനം പഠിച്ചു വയ്ക്കുക. ആസ്ഥാനം എന്ന് വെച്ചാൽ എന്താണ്? ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ബംഗളൂരു ആണ്. ബംഗളൂരു ആണ്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ബംഗളൂരു ആണ്, അല്ലെങ്കിൽ ബാംഗ്ലൂരാണ്. ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ആസ്ഥാനം ബംഗളൂരു ആണ്. പിന്നെയുള്ള എന്താണ് നമുക്ക് നോക്കേണ്ടത്? ഇവരാണ് പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് ഇറക്കുന്ന സ്ഥാപനം. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് ഇറക്കുന്ന സ്ഥാപനം ആരാണ്? ഈ പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ ബാംഗ്ലൂരാണ്, അല്ലെങ്കിൽ ബംഗളൂരു ആണ്. ഓക്കെ ആണല്ലോ. പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ ബാംഗ്ലൂർ അല്ലെങ്കിൽ ബംഗളൂരു എന്നൊക്കെ പറയാം. പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ ബാംഗ്ലൂർ. അവരാണ് എന്ത് ചെയ്യുന്നത്? പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് ഇറക്കുന്നത്. ഇൻഡെക്സ് എന്ന് അറിയാമല്ലോ, നമ്മളെ പൊതുഭരണത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. പൊതുഭരണത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണെന്ന് പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എവരാണ് നമ്മുടെ പൊതുഭരണം നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുഭരണം എത്രത്തോളം നല്ലതാണ് എന്നുള്ളതിൻ്റെ ഇൻഡെക്സ് ഇറക്കുന്നത് ആരാണ്? ഈ പബ്ലിക് അഫയേഴ്സ് സെൻ്ററാണ്. അതിൻ്റെ കണക്കുകൾ പ്രകാരം ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇങ്ങനെ 2020 കണക്ക് പ്രകാരം പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് ഇങ്ങനെ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അതേതാണ്? കേരളമാണ്. ഒന്നാം സ്ഥാനത്ത് ഇങ്ങനെ സംസ്ഥാനം ആരാണ്? കേരളമാണ്. അതും കൂടെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ തന്നു. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത് 2 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് സദ്ഭരണവും അതിൻ്റെ കൂടെ എന്താണ്? ആധുനിക കാലത്തെ അഴിമതി എന്ന് പറയുന്ന ഭാഗവും. അപ്പോൾ അതിന് മുമ്പ് ഈ 2 പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഒരു പഴയ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഏതാണ്? നമ്മുടെ KS ചോദിച്ച അടുത്തൊരു ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. ആ ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സദ്ഭരണവും അതേപോലെ നമുക്ക് ഏത് നോക്കാം? ആധുനിക കാലത്തിലെ അഴിമതിയും നോക്കാം. ഓക്കെ ആണല്ലോ. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഗുഡ് ഗവേണൻസ്? Which of the following is not a feature of good governance? Which of the following is not a feature of good governance? എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്നവയിൽ സദ്ഭരണത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏത്? സദ്ഭരണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു ഭരണത്തിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏത്? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്നുള്ളത് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പാരൻസി. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റൂൾ ഓഫ് ദ ലോ. റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നെപ്പോട്ടിസം. ഓക്കെ ആണല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഗുഡ് ഗവേണൻസ്? താഴത്ത് നിൽക്കുന്നവയിൽ ഗുഡ് ഗവേണൻസിൻ്റെ എന്തല്ലാത്ത ഫീച്ചർ അല്ലാത്ത എന്ന ചോദ്യം. ഇത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ആൻസർ കിട്ടും. അതായത് ഈ വാക്കുകൾ മലയാളം കിട്ടാത്തവർക്ക് എന്താണ് ഇതിൻ്റെ ആൻസർ കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? നെപ്പോട്ടിസമാണ്. ഇതിൻ്റെ ആൻസർ ഏതാണ്? നെപ്പോട്ടിസമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ ബാക്കി 3 ഇതിൻ്റെ ഫീച്ചർ ഉണ്ട്. ഈ 3 മൊത്തം ഒരു 7 ഫീച്ചർ ഉണ്ട്. ഏതാണ്? ഗുഡ് ഗവേണൻസിന് മൊത്തം 7 ഫീച്ചർ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്.
7 അല്ല 6 ഫീച്ചർ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ 3 ഇവിടെ വെച്ച് പഠിച്ചോളുക. അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പാരൻസി, റൂൾ ഓഫ് ലോ. അപ്പോൾ നെപ്പോട്ടിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പഠിച്ചു വയ്ക്കുക, സ്വജനപക്ഷപാതം. എന്താണ് സ്വജനപക്ഷപാതമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നെപ്പോട്ടിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത്? നമ്മളെ ഗുഡ് ഗവേണൻസിൽ വരുന്നതല്ല, ഇപ്പോഴത്തെ ആധുനിക കാലത്തിലെ അഴിമതിയിൽ വരുന്ന ഒരു ഭാഗമാണ് ഏതെന്നുള്ളത് ഈ നെപ്പോട്ടിസം എന്ന് പറയുന്നത്. സ്വജനപക്ഷപാതം എന്നുള്ളത് ആധുനിക കാലത്തിലെ അഴിമതി എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് സ്വജനപക്ഷപാതം എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഇവിടെ വെച്ച് ഞങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഗുഡ് ഗവേണൻസിൻ്റെ ഫീച്ചർ അല്ലാത്തതാണ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, നെപ്പോട്ടിസമാണ്. ബാക്കി 3 എന്ത് തന്നെയാണ്, ഫീച്ചർ തന്നെയാണ്. ഏതാണ്, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പാരൻസി, റൂൾ ഓഫ് ലോ. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെ നമുക്ക് ബാക്കി 3 കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് മാറ്റുകയാണെങ്കിൽ അപ്പോൾ ഗുഡ് ഗവേണൻസിൻ്റെ ഫീച്ചറുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയാണ്. അപ്പോൾ ഗുഡ് ഗവേണൻസ് പറയുന്നത് നമ്മൾ സത്ഭരണം, നല്ലൊരു ഭരണത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സത്ഭരണത്തിൻ്റെ ഫീച്ചറുള്ള പ്രത്യേകതകൾ ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഏതൊക്കെയാണ്, അക്കൗണ്ടബിലിറ്റി വരുന്നുണ്ട്, ട്രാൻസ്പാരൻസി വരുന്നുണ്ട്, റൂൾ ഓഫ് ലോ വരുന്നുണ്ട്. ഇനി വരുന്ന ഒന്നാണ്, അടുത്തുള്ളതാണ് എഫിഷ്യൻസി. അടുത്തതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി വരുന്നുണ്ട്. അതേപോലെ വരുന്നതാണ് യുനാനിമിറ്റി. യുനാനിമിറ്റി ഓക്കെ ആണല്ലോ. അതേപോലെ വരുന്ന ഒരു വാക്കും കൂടെ ഉണ്ട്, ഇൻക്ലൂസീവ്നെസ്. ഇൻക്ലൂസീവ്നെസ്. അപ്പം ഫീച്ചർ ഓഫ് ഗുഡ് ഗവേണൻസ്, സദ്ഭരണത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്താണ്, അക്കൗണ്ടബിലിറ്റി എന്ന് പറയും. ഒന്നെന്താണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം. എന്താണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ പറഞ്ഞില്ല, എപ്പോഴേ ക്ലിയർ ആവുള്ളൂ. എന്നുവെച്ചാൽ നല്ലൊരു ഭരണത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്, ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വം ഓക്കെ ആണല്ലോ. അടുത്തുള്ളത് എന്തെന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻസി. ട്രാൻസ്പാരൻസി പറഞ്ഞാൽ സുതാര്യമായിരിക്കണം, സുതാര്യത. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നല്ലൊരു ഭരണമാണോ അല്ലെങ്കിൽ നമ്മുടെ ഇത് സ്ഥാപനം, ഇപ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസ് നല്ലൊരു സ്ഥാപനമാണോ അല്ലേ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നോക്കണം അവിടെ ചെല്ലുമ്പോൾ നമ്മളൊക്കെ എന്താണ് കറക്റ്റായിട്ട് നമുക്ക് എന്താണ് കൊടുക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു തരുന്നുണ്ടോ, അതാണ് ഒന്നാമത്തെ പോയിന്റ്, അക്കൗണ്ടബിലിറ്റി എന്ന് പറയും. അത് എന്ത് വേണമോ, ഭരണസ്ഥാപനം താഴെയുള്ള സ്ഥാപനം തൊട്ട് മുകളിലുള്ള ഏത് സ്ഥാപനം വരെ ആവാം. അപ്പോൾ അവിടെ നോക്കേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ 6 ഫീച്ചർ അതിനകത്ത് ഉണ്ടാകുന്ന നോക്കുക. ഒന്നാമത്തെ അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം ഉണ്ടാകുന്ന നോക്കുക. നമ്മളിപ്പോൾ ഒരു ഫയൽ ഒരു ഇത് കൊണ്ട് കൊടുക്കുകയാണ്, ഒരു അപേക്ഷ കൊണ്ട് കൊടുക്കുകയാണ്, ഒരു അനക്കവും ലാഭിയില്ല, വർഷങ്ങളായിട്ട് അവിടെ അങ്ങനെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ആ മാസങ്ങളായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഉത്തരവാദിത്വം ഉണ്ടോ അവർക്ക്? ഇല്ല, ഉത്തരവാദിത്വം ഇല്ല. നമ്മൾ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാനായിട്ട് ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ നീട്ടി കൊണ്ടുവരണമെങ്കിൽ അത് ഉത്തരവാദിത്വം എന്നുള്ള ലക്ഷണമാണോ? അല്ല. അപ്പോൾ അതെന്താണ്, നല്ലൊരു ഗുഡ് ഗവേണൻസ് ആണോ, നല്ല സദ്ഭരണമാണോ അത്? അല്ല. അപ്പോൾ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് തന്നെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത് എന്താണ്, ട്രാൻസ്പാരൻസി, സുതാര്യമായിരിക്കണം, സുതാര്യത ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമപരമായിരിക്കണം, റൂൾ ഓഫ് ലോ ആയിട്ട് തന്നെ പഠിച്ചാൽ മതി. പിന്നെയുള്ള എന്താണ്, അടുത്തുള്ള എഫിഷ്യൻസി. എഫിഷ്യൻസി എന്താണ്, കാര്യക്ഷമമായിരിക്കണം, കാര്യക്ഷമത ഓക്കെ ആണല്ലോ. അടുത്ത് യുനാനിമിറ്റി. യുനാനിമിറ്റി എന്ന് പറഞ്ഞാൽ അഭിപ്രായ ഐക്യം ഉണ്ടായിരിക്കണം, അഭിപ്രായ ഐക്യം ഉണ്ടായിരിക്കണം, അതാണ് യുനാനിമിറ്റി എന്ന് പറഞ്ഞാൽ. അടുത്ത് ഇൻക്ലൂസീവ്നെസ് എന്താണെന്ന് വെച്ചാൽ എന്താണ്, പങ്കാളിത്തം ഉണ്ടായിരിക്കണം, പങ്കാളിത്തം. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു സദ്ഭരണത്തിൻ്റെ എന്ന് വിളിക്കുന്ന പ്രത്യേകതകളൊക്കെ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുക. രണ്ടാമത് ട്രാൻസ്പാരൻസി, സുതാര്യമായിരിക്കുക. റൂൾ ഓഫ് ലോ, നിയമപരമായിരിക്കുക. അടുത്തെന്താണ്, എഫിഷ്യൻസി, കാര്യക്ഷമമാവുക. അടുത്താണ് യുനാനിമിറ്റി, അഭിപ്രായ ഐക്യം ഉണ്ടാവുക. ഇൻക്ലൂസീവ്നെസ്, പങ്കാളിത്തം ഉണ്ടാവുക. ഇത്രയുമാണ് നമ്മൾ എന്താ ഒരു സദ്ഭരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ആയാലും ശരി, സ്ഥാപനങ്ങളായാലും ശരി, ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നല്ലൊരു സദ്ഭരണം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ സദ്ഭരണത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പാരൻസി, റൂൾ ഓഫ് ലോ, എഫിഷ്യൻസി, യുനാനിമിറ്റി, ഇൻക്ലൂസീവ്നെസ്. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാലോ, ഉത്തരവാദിത്വം, സുതാര്യത, റൂൾ ഓഫ് ലോ, അടുത്തതാണ് കാര്യക്ഷമത, അഭിപ്രായ ഐക്യം, പങ്കാളിത്തം. ഇത്രയാണ് ഗുഡ് ഗവേണൻസിൻ്റെ എന്തെന്ന് പറയുന്നത്, ഫീച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ അഴിമതിയും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ ആണല്ലോ. അഴിമതി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണ് വരുന്നത്. അതിൽ ഒന്ന് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു, അതാണ് നമ്മൾ നെപ്പോട്ടിസം എന്ന് പറയും. എന്ത് പറയും? നെപ്പോട്ടിസം, അല്ലെങ്കിൽ സ്വജനപക്ഷപാതം എന്ന് പറയാം. സ്വജനപക്ഷപാതം. അപ്പം ആധുനിക കാലത്തെ അഴിമതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൽ ഒന്നാമത്തെ പോയിന്റാണ് ഏത്? സ്വജനപക്ഷപാതം. എന്നുവെച്ചാൽ സ്വന്തം ജനങ്ങളെ എന്ത് ചെയ്യുക,
അവർക്ക് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെയുള്ളതിൽ നമ്മൾ എന്ത് വിളിക്കുന്ന സ്വജനപക്ഷം. അത് ജാതിയാവാം, മതമാവാം, എന്ത് കേസ് വേണോ ആവാം, എന്ത് രീതിയിൽ വേണോ ആവാം, അവർക്ക് എന്ത് ചെയ്യുക കൂടുതൽ പ്രാധാന്യം കൊടുത്തെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം, അതിന് സ്വജനപക്ഷപാതം എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് സ്വജനപക്ഷപാതം, അല്ലെങ്കിൽ നെപ്പോട്ടിസം എന്ന് വിളിക്കാം. രണ്ടാമത് എന്ത് ചെയ്യുക, സേവനങ്ങൾ വൈകി നൽകുക. സേവനങ്ങൾ എന്ത് ചെയ്യുക, വൈകി നൽകുക. സേവനങ്ങൾ വൈകി നൽകുക. അതും എന്താണ്, അഴിമതിയുടെ ഒരു എക്സാമ്പിളാണ്. അഴിമതിക്കുള്ള ഒരു എന്താണ്, അഴിമതി എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് സേവനങ്ങൾ എന്ത് ചെയ്യുക, വൈകി നൽകുക. അടുത്ത് ഇനിയുണ്ട്, ഇനി സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്. എന്താണ്, സേവനം ലഭിക്കുന്നതിനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുക. സേവനം ലഭിക്കുന്നതിനുള്ള ഒരാളുടെ അവകാശം എന്ത് ചെയ്യുക, ഒരാളുടെ അവകാശം നിഷേധിക്കുക. ഒരാളുടെ അവകാശം എന്ത് ചെയ്യുക, നിഷേധിക്കുക. ഇതും എന്താണ്, ഈ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, ഒന്ന് സ്വജനപക്ഷപാതം, രണ്ടാമത് എന്താണ്, സേവനങ്ങൾ വൈകി നൽകുക, പിന്നെന്താണ്, സേവനം ലഭിക്കുന്നതിനുള്ളവരുടെ അവകാശം എന്ത് ചെയ്യുക, ലഭിക്കുന്നതിനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുക. കൂടെ ഒരെണ്ണം കൂടെ പഠിച്ചു വയ്ക്കുക, എന്താണ്, സേവനത്തെ ഔദാര്യമായി കണക്കാക്കുക. അതും എന്താണ്, അഴിമതിയുടെ ഒരു കാര്യമാണ്. സേവനത്തെ എന്തായിട്ട് കണക്കാക്കുക, ഔദാര്യമായി കണക്കാക്കുക. എന്നുവെച്ചാൽ ഒരാൾക്ക് സേവനം നൽകി ചെയ്യുന്നത് അത് എന്തായിട്ട് കണക്കാക്കുക, ഇതൊരു ഔദാര്യമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്, അഴിമതിയുടെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. സേവനത്തെ എന്തായിട്ട് കണക്കാക്കുക, ഔദാര്യമായി കണക്കാക്കുക. സേവനത്തെ ഔദാര്യമായി കണക്കാക്കിയാലും നമുക്ക് അതിനെ എന്തായിട്ട് പറയാം, അഴിമതിയായിട്ട് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ പൊതുഭരണത്തിലുള്ള ക്ലാസ്സിൽ നമ്മൾ എന്താ എവിടെ എത്തി, സദ്ഭരണത്തിലെത്തി. സദ്ഭരണത്തിൽ നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ ഏലിട്ടെത്തി, അഴിമതിയിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ സദ്ഭരണം എന്ന് വെച്ച് നോക്കണം. നല്ല ഭരണം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ്, 6 പ്രത്യേകതകളുണ്ടല്ലേ. 6 പ്രത്യേകത നമ്മൾ നോക്കണം. എന്തൊക്കെയാണ്, അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പാരൻസി, റൂൾ ഓഫ് ലോ, എഫിഷ്യൻസി, യുനാനിമിറ്റി, ഇൻക്ലൂസീവ്നെസ്. എന്നുവെച്ചാൽ എന്തൊക്കെയാണ്, ഉത്തരവാദിത്വം, സുതാര്യത, റൂൾ ഓഫ് ലോ, കാര്യക്ഷമത, അഭിപ്രായ ഐക്യം, പങ്കാളിത്തം. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ, ഗുഡ് ഗവേണൻസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ. എങ്കിൽ ആധുനിക കാലത്തിലെ അഴിമതി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഒന്ന് സ്വജനപക്ഷപാതം അല്ലേ, രണ്ടെന്ത് ചെയ്യുക, സേവനങ്ങൾ വൈകി നൽകുക. സേവനങ്ങൾ എന്ത് ചെയ്യുക, വൈകി നൽകുക അല്ലെങ്കിൽ വൈകിപ്പിക്കുക. പിന്നെ സേവനം ലഭിക്കുന്ന ഒരാളുടെ അവകാശം നിഷേധിക്കുക. സേവനം ലഭിക്കുന്ന ഒരാളുടെ അവകാശം എന്ത് ചെയ്യുക, നിഷേധിക്കുക. പിന്നെന്താണ്, കൊടുക്കുന്ന സേവനം എന്ത് ചെയ്യുക, ഔദാര്യമായി കണക്കാക്കുക. അത് സേവനം എന്ന് പറഞ്ഞാൽ ഔദാര്യമല്ല, അത് ഒരാൾക്ക് കിട്ടേണ്ട അവകാശമാണ്. അത് അവകാശമായിട്ട് തന്നെ എന്ത് ചെയ്യണം, അയാളുടെ അവകാശമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ ആ സേവനം എന്നുള്ളത് ഔദാര്യമായി കണ്ടാലും അതെന്തായിട്ട് നമ്മൾ കണക്കാക്കിക്കോണം, അഴിമതിയായിട്ട് തന്നെ എന്ത് ചെയ്തോണം, കണക്കാക്കിക്കോണം. അഴിമതി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഒന്ന് സ്വജനപക്ഷപാതം, സേവനങ്ങൾ വൈകി നൽകുക, സേവനം ലഭിക്കേണ്ട ഒരാൾക്ക് നിഷേധിക്കുക, സേവനം ലഭിക്കേണ്ട ആൾക്ക് എന്ത് ചെയ്യുക, നിഷേധിക്കുക, ഒരാളുടെ അവകാശം നിഷേധിക്കുക. അടുത്ത സേവനത്തിന് എന്ത് ചെയ്യുക, ഔദാര്യമായി കണക്കാക്കുക. സേവനത്തെ എന്ത് ചെയ്യുക, ഔദാര്യമായി കണക്കാക്കുക. അതെല്ലാം എന്താണ്, തെറ്റായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് എന്താണ് പറയേണ്ടത്, അഴിമതിയായിട്ട് വേണം കണക്കാക്കേണ്ടത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ നേരെ പൊതുഭരണത്തിൽ തുടങ്ങി നേരെ എവിടെ വന്ന് നിൽക്കുന്നു, സദ്ഭരണത്തിൽ വന്ന് അഴിമതിയിൽ വന്ന് നിൽക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാം എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് നോക്കിക്കൊള്ളുക. ഒരു കുഞ്ഞു ക്ലാസ്സാണ്, ഞാൻ നിർത്തുകയാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്യൂറോക്രസി, സിവിക്സിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്യൂറോക്രസിയെക്കുറിച്ചും അതിൻ്റെ കൂടെ തന്നെ ഇ ഗവേണൻസ് ഒരു 3 സെൻറ്റൻസ് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇ ഗവേണൻസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, പഠിച്ചു വയ്ക്കാം. അതിനുശേഷം ഒരു നീണ്ട ക്ലാസ്സിന് കിടപ്പുണ്ട്. ഏതാണ്, സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഇന്ത്യൻ സിവിൽ സർവീസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുന്നു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങളെല്ലാം കേട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം.